പൂച്ചയും തത്തയും കാണുന്നത് ഇഷ്ടമല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഓടിക്കോ. അയ്യോ എന്റെ അമ്മച്ചി രക്ഷിക്കണേ. നീ എന്തിനാണ് എന്റെ തലയിൽ കയറിയിരിക്കുന്നത്? നിനക്ക് പറക്കാൻ പറ്റില്ലേ? പറന്നു പോടാ. അതെ, ഈ സോർദാറിന്റെ പരാക്രമം കണ്ടപ്പോ പേടിയാവുക. എനിക്കും പേടിയുണ്ട്. ബുക്ക് വായിക്കുന്നത് ഇത്രയും നല്ല സുഖമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇവിടെ വന്ന് ബുക്ക് വായിക്കാമായിരുന്നു. ഞാനും ദിവസവും ഇങ്ങോട്ട് വരും, നല്ല ഉറക്കം കിട്ടും. പക്ഷെ ഇത്രയും അധികം ബുക്ക് ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ അതെന്റെ തലയ്ക്കകത്തിരുന്ന് മിക്സാകും. ഒരു പുസ്തകത്തിൽ പഠിക്കുന്നത് താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാൻ ആണെന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് തെളിവാണ്. അതിനു മുമ്പ് ഞാൻ വായിച്ചത് നിയമപുസ്തകമാണ്. വീട്ടിലേക്ക് പോവാം. ഇവിടെ വല്ലാത്ത ഡിസ്റ്റർബ് ആവുക. ആ, ഈ ലൈബ്രറിയൻ മേഡം ഉണ്ടല്ലോ, ജഡ്ജിയെ പോലെ ആരെ സംസാരിക്കാൻ സമ്മതിക്കില്ല. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് 7 വർഷത്തെ കഠിന തടവ് വിധിച്ചിരിക്കുന്നു. പക്ഷെ അത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ക്രിമിനലിനെ വേഗം പിടിച്ചോണ്ട് പോകൂ. എന്നെ ക്രിമിനൽ എന്നൊന്നും പറഞ്ഞു പോരുത്. ജോർദാറെ, നിനക്ക് എന്താണോ പറ്റിയേ? മാഡം, സോർദാർ ഒരുപാട് ബുക്ക് വായിച്ചോണ്ട് അവനും ബുദ്ധി മരവിച്ചിരിക്കുക. അതെ, ഇവൻ പ്രേതപ്പടം കണ്ടു കഴിഞ്ഞാ പിന്നെ കുറച്ചു സമയം പേടിച്ച് വിറച്ചോണ്ടേ ഇരിക്കും. സോറി മാഡം. ആ ശരി ശരി ശരി. ചോദ്ദാരെ, വാ നമുക്ക് ഇവിടുന്ന് പോവാം. സോറി. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ചിലപ്പോ ക്രിമിനൽ കേസിൽ അകത്താക്കും. ക്രിമിനൽ ക്രിമിനൽ. പക്ഷെ ഒരു ക്രിമിനലിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? നീ വീണ്ടും വന്നോ? ഓർഡർ ഓർഡർ. ഈ ക്രിമിനലിനെ പിടിച്ചോണ്ട് പോകൂ. ഇതാണ് കോടതിയുടെ തീരുമാനം. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ്. വീണ്ടും ക്രിമിനൽ എന്നോ? ടിങ്കു ഇങ്ങോട്ട് വന്നേ. മാഡം, എന്റെ കൂട്ടുകാരനോട് ക്ഷമിച്ചേക്കൂ. ക്ഷമയോ? എനിക്കൊട്ടും ക്ഷമയില്ല. ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് തീർച്ചയായും ശിക്ഷ കിട്ടും. നീ എന്നെ ശിക്ഷിക്കും അല്ലേ? ഇപ്പൊ നിനക്ക് ടിങ്കു തരാൻ പോകുന്ന ശിക്ഷ എന്താന്ന് നീ കണ്ടോ? സോർദാറെ, നിനക്ക് എന്താണോ സംഭവിച്ചേ? എനിക്കിത് എന്തൊക്കെയാ സംഭവിക്കുന്നത്? സോറി സോറി മാഡം. ഓടിക്കോ. എനിക്ക് എന്താ ഈ സംഭവിക്കുന്നത്? എന്നെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകൂ കൂട്ടുകാരെ. നീ പേടിക്കണ്ട. നീ പഠിച്ചു പഠിച്ച് ക്ഷീണിച്ചിരിക്കുക. വീട്ടിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങ്. എല്ലാം ശരിയാവും. നീ എന്താ കഴിക്കാൻ പോകുന്നേ സോർദാറെ? ഞാൻ ഇന്ന് എന്റെ കൈ കൊണ്ട് തന്നെ സോർദാറിന് ഷാഹി പനീർ ഓർഡർ ചെയ്ത് കഴിക്കാൻ കൊടുക്കും. സംശയമുണ്ടോ? ഷാഹി ഷാഹി. ധിക്കാരി, മഹാരാജാവിനെ പേരെടുത്ത് വിളിക്കാറായോ നീ? മഹാരാജ സോർദാർ എന്ന് വിളിക്ക്. അല്ലെങ്കിൽ ശിക്ഷയെ നാം നിന്നെ കൊട്ടാരത്തിന്റെ താക്കോലിന്റെ കീച്ചൈനായി മാറ്റും. ശരി മഹാരാജാവേ. സോറി, ഞാനിപ്പോ എന്താ ഈ പറയുന്നത്? പുസ്തകങ്ങൾ തലയിൽ നിന്ന് പോകുന്നില്ലല്ലോ. അങ്ങേ സോർദാറെ എന്ന് വിളിക്കണോ അതോ മഹാരാജാവേ എന്ന് വിളിക്കണോ? നീ എന്തിനാ എന്നെ മഹാരാജാവ് എന്ന് വിളിക്കുന്നേ? ഞാൻ എന്റെ കൂട്ടുകാരനാണ്. സോർദാർ എന്ന് വിളിക്ക്. നീ എന്നെ ഇഷ്ടത്തോടെ സോറു എന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. പോപ്പട്ടെ. ഓക്കേ സോറു, ഇന്ന് മുതൽ നിന്റെ പേര് സോറു എന്ന് മാറ്റിയിരിക്കുന്നു. സോറൂന്ന് നമ്മെ വിളിച്ച് പരിഹസിക്കുന്നോടാ ധിക്കാരി. നീ നമ്മുടെ സേവകനാണ്. മഹാരാജാവ് സോർദാറിനെ അപമാനിച്ചിരിക്കുന്നു. നിനക്കതിന് കഠിന ശിക്ഷ തന്നെ നൽകും. ഇത്ര പെട്ടെന്ന് നമുക്ക് ടിവിയിലെ ചാനൽ പോലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാളും വേഗത്തിൽ നീ മാറിക്കൊണ്ടിരിക്കുകയാണ് സോർദാറെ. സോർദാർ, നീയല്ലേ ഫ്രണ്ട്ലി ആയിട്ട് സോർദാർ എന്ന് വിളിക്കാൻ പറഞ്ഞേ? ക്ഷമിക്കണം കൂട്ടുകാരെ, എന്റെ പുസ്തകത്തിന്റെ ഭ്രാന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എടാ, നീ രാജാവായി മാറിയപ്പോ തല്ലാൻ കിട്ടിയത് എന്റെ ചെകിടാണോടാ? നീ എന്താ വിചാരിച്ചത്? ഞാൻ നിന്നോട് ക്ഷമിച്ച് മാപ്പ് തരുമെന്നാണോ? ഒരു രാജാവിന്റെ കർത്തവ്യമാണ് തെറ്റിന് ശിക്ഷ നൽകണമെന്നത്. അയ്യോ, ഏതവനാടാ ലൈബ്രറി പോകാനുള്ള ഐഡിയ പറഞ്ഞു തന്നത്? അവനെ ഞാൻ വെറുതെ വിടില്ല. സംശയമുണ്ടോ? ഡിറ്റക്റ്റീവ്,
റാത്തോർ റാത്തോർ ഡിറ്റക്റ്റീവ് സോർദാർ നിന്നെ തീർച്ചയായും അന്വേഷിച്ച് കണ്ടെത്തും. അലി സോർദാറിന് ഇത് എന്ത് പറ്റി? അവൻ എന്തിനെങ്കിലും നടക്കുന്നത്? എടാ എനിക്ക് പറക്കാൻ കഴിയുന്നത് എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ അവൻ എന്നെ ഇപ്പൊ ചമ്മന്തി പരുവാക്കിയേനെ. ഇവൻ പഴയതുപോലെ ആവണമെങ്കിൽ ഇവനെ ഡോക്ടർ ബാലുവിന്റെ അടുത്ത് കൊണ്ടുപോയേ മതിയാവൂ. ഞാൻ ഡോക്ടർ ബാലുവിനെ വിളിക്കാം. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഞാനത് തീർച്ചയായും കണ്ടെത്തി അടങ്ങൂ. ഞാനിനി എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് ഇനി അടുത്തതായി എനിക്ക് കണ്ടുപിടിക്കേണ്ടതുള്ളത്. എടാ സോർദാർ എങ്ങോട്ട് പോയി? അവൻ എങ്ങോട്ടോ പോയി. എന്തുകൊണ്ടാണ് നീ ഇതുവരെ അത് പറയാതിരുന്നേ? ഇതാ നോക്ക, എന്റെ അടുത്ത് വെറുതെ ചൂടായിട്ട് സംസാരിക്കണ്ട. എനിക്ക് ഇതുപോലെ നന്നായിട്ട് ചൂടാവാനൊക്കെ അറിയാം. പക്ഷെ ഞാനൊരു ശാന്തനായ പൂച്ചയാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. സോർദാറിനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമായി പോയി. അല്ലെങ്കിൽ നിന്റെ അളിയിലിട്ട് ഇപ്പൊ ഞാൻ 2 പൊട്ടിച്ചേനെ. എടാ നിക്ക്, ഞാനെന്താ വരുന്നു. കണ്ണാ സാറേ നിൽക്കൂ. 4 നിലയുണ്ടെങ്കിൽ അത് ഫ്ലാറ്റ് ആണ്. എന്താ സംഭവിക്കുന്നത്? അതെന്റെ ബാറ്റാണ്. ഇത് നിങ്ങളുടേതാണെന്നുള്ളതിന് എന്താണ് തെളിവ്? ID കാണിക്കൂ. ഈ ബാറ്റിൽ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് നിങ്ങളുടെ ബാറ്റാകുന്നത്? ഇതിലാകെ കമ്പനി പേര് മാത്രമേ ഉള്ളൂ. ബംഗാളികൾ അവധിക്ക് നാട്ടിൽ പോയോ? ഈ സോർദാർ ഇത്ര പെട്ടെന്ന് ഡിറ്റക്റ്റീവ് ആയോ? ഇനി വൈകാതെ വരുന്ന ഹോളിഡേ ക്രിസ്മസ് ആണ്. ദൈവമാണ് സത്യം. ഈ ബാറ്റ് മറ്റാരുടേതും അല്ല, എന്റേതാണ്. ക്ഷമിക്കണം കന്നാ സാറേ, ഞാൻ ഒരുപാട് ബുക്ക് വായിച്ചായിരുന്നു. കുറെ നേരമായി അത് തലേ കിടന്ന് കറങ്ങുവാണ്. സോറി. ഞാൻ ഹണിയുടെയും ബണിയുടെയും പോപ്പറ്റിന്റെ അടുത്തുനിന്ന് മാറാൻ പാടില്ല, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. നിങ്ങളെ കാണാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു കൂട്ടുകാരെ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞങ്ങളെ അല്ല, നിന്നെയാ കാണാതായത്. വാ, ബാലുവൈദ്യരുടെ അടുത്തേക്ക് പോവാം. നിന്റെ ഈ വെളിവുകേടിനുള്ള മരുന്ന് എന്തായാലും വൈദ്യരുടെ അടുത്ത് കാണും. അതെ, ഇനി ചിലപ്പോ വല്ല ആദിവാസി ആയാലോ. ഹണി ചിക്കള ചിക്കള പോയ് ഹോയ് 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 ഹോയ്. ഒല്ലോ. ഈ ഭാഷ നേരത്തെ ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നലെ എന്റെ വാല് ടേബിളിന്റെ അടിയിൽ പെട്ടുപോയപ്പോഴേ ഞാനും ഇതേ ഭാഷ തന്നെയാണ് അവിടെ വെച്ച് പറഞ്ഞത്. എടാ കഴുതേ, നീ ആദിവാസി എന്ന് പറഞ്ഞോണ്ട് അവനിതാ ആദിവാസിയായി മാറി. ഈ ആദിവാസിക്ക് പൂച്ചയും തത്തയും കാണുന്നത് ഇഷ്ടമല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഓടിക്കോ. അയ്യോ, എന്റെ അമ്മച്ചി രക്ഷിക്കണേ. നീ എന്തിനാണ് എന്റെ തലയിൽ കയറിയിരിക്കുന്നത്? നിനക്ക് പറക്കാൻ പറ്റില്ലേ? പറന്നു പോടാ. അതെ, ഈ സോർദാറിന്റെ പരാക്രമം കണ്ടപ്പോ പേടിയാവുക. എനിക്കും പേടിയുണ്ട്. തോത്തറമേ, നിന്നെ കണ്ടത് എന്തായാലും നന്നായി. കൂട്ടുകാരെ, നിങ്ങളെന്താ ഇത്ര വെപ്രാളപ്പെട്ട് ഓടി വരുന്നത്? പറപ്പോട്ടെ, ഏത് ദരിദ്രവാസിയാണ് എന്റെ കൂട്ടുകാരെ ഇങ്ങനെയിട്ട് ഓടിക്കുന്നത്? ദരിദ്രവാസിയൊന്നുമല്ല, നല്ല കാട്ടുവാസിയാണ്. ഇതാ നോക്കിയേ. കൂട്ടുകാരെ, നിങ്ങൾ സോർദാറിനെയാണോ പേടിക്കുന്നത്? ഏപ്രിൽ മാസം ആയിട്ടില്ല, അതിനു മുമ്പ് നിങ്ങൾ മറ്റുള്ളവരെ ഫൂളാക്കുവാണോ? നിനക്ക് കാര്യം മനസ്സിലായില്ലേ തോത്താറാമേ? സോർദാർ വയലന്റ് ആയിരിക്കുക. അപകടകാരിയോ? നമ്മുടെ സോർദാറെ ഒരു പഞ്ചഭാവമാണ്. അവൻ ആർക്കും ഒരു ഹൈഫൈ പോലും കൊടുക്കാറില്ല. അതിന് മാത്രം വിനയനും സത്യസന്ധനുമാണ് സോർദാർ. അപ്പൊ ഞാൻ പോവുക, എനിക്ക് ബോക്സിങ്ങിന് ക്ലാസ് എടുക്കാൻ പോണം. ബോക്സിംഗ്. അയ്യോ, നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു തോത്താറാമേ. എന്താ ക്ലാസ്സോ? അല്ല, ബോക്സിംഗ്. ഇനി നിങ്ങൾ കണ്ടോ ബോക്സിംഗ് ബോക്സറിന്റെ പെർഫോമൻസ്. എന്റെ മജി, സോർദാറിന് നന്നായി ബോക്സിംഗ് അറിയാമല്ലേ? പറക്കാനുള്ള അവസരം പോലും തന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ബോക്സിംഗ് ക്ലാസ് എടുക്കുകയല്ല, അത് പഠിക്കുകയാണ് വേണ്ട എന്നാ. ബെസ്റ്റ് ബോക്സർ. കൂട്ടുകാരെ, റെഡിയാണോ? കിട്ടി. വേഗം വൈദ്യപാലന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. ഞാൻ വൈദ്യപാലന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഡോക്ടർ ബാലുവിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകൂ. ഇവിടെ വരൂ.
ഇപ്പോ സോർദാറിന് പ്രോബ്ലം കൂടുതലാണ്. ഇപ്പോഴും അവൻ അസുഖത്തിന്റെ ഹാങ് ഓവറിലാണ്. ഇതുപോലുള്ള കേസുകൾ ഞാൻ ഒരുപാട് കണ്ടതാണ്. ചില സമയത്ത് രാജാവാകുന്നു, മറ്റു ചിലപ്പോൾ പൈലറ്റ്. ഇതങ്ങനെയൊന്നുമല്ല. ഒരാളൊരിക്കൽ അതായി മാറി. എന്ത് ഹിപ്പോ ഡാൻസർ? അല്ലല്ല. എയർ ഹോസ്റ്റേഴ്സ്, നിങ്ങളുടെ പിന്നിലൊരു വാതിലുണ്ട്, മുന്നിലൊരു വാതിലുണ്ട്. അല്ല, അയാളിടയ്ക്ക് ദാ ഇങ്ങനെ കാണിക്കും. അതെനിക്ക് മനസ്സിലായി. റോബോട്ട്. അല്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്. അയാള് ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് പോലീസായി മാറാറുണ്ട്. അതെ, ട്രാഫിക് പോലീസ്. അയ്യോ, എന്താണ് ഈ സംഭവിക്കുന്നത്? എന്റെ തലയിൽ ഇപ്പോൾ ട്രാഫിക് ജാം ആയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്താ പറ്റിയത്? സോർദാറെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. തുടർച്ചയായി ലൈബ്രറിയിൽ നിന്ന് ബുക്കുകൾ വായിച്ചത് കൊണ്ട് എന്റെ തലച്ചോറിലുള്ള ബാക്കി ഓർമ്മകളെല്ലാം മാഞ്ഞുപോയി. ഇപ്പൊ എനിക്ക് അല്പം ആശ്വാസം തോന്നുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് ബാലുവൈദ്യരെ. ആ, അങ്ങനെ സോർദാറിന്റെ അസുഖം പെട്ടെന്ന് മാറി. ദേ കണ്ടോ, ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ പഴയതുപോലെ നോർമൽ ആവും. ഞാനും പറഞ്ഞിരുന്നതല്ലേ ഇത് അതുപോലെ തന്നെയാണെന്ന്. അതായത് പ്രേതത്തിന്റെ സിനിമ കണ്ടതിന് ശേഷവും കുറച്ചു നേരത്തേക്ക് പേടി വിട്ടുമാറില്ല. സോർദാറിനും അതേ അനുഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോ സോർദാറിന്റെ എല്ലാ അസുഖങ്ങളും മാറിയിരിക്കുകയാണ്. ഇവന്റെ തല ശരിയാക്കുന്നതിനിടയിൽ എന്റെ തലയിൽ നിന്നും പുകയാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ തല ഒന്ന് തണുപ്പിക്കണം. അതുകൊണ്ട് ഞാൻ ഹിമാലയത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വന്നതിന് ശേഷം കാണാം. ബാലുക്കാരുടെ ഒരു നല്ല വൈദ്യർ തന്നെയാണല്ലേ? അതേ വലിയ എലിയാ. കരടി കരടി. സോർദാർ എന്താ കരടിയെ പോലെ കിടന്ന് ചീറുന്നത്? എന്റെ അമ്മച്ചി. ഇല്ല കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് പേടിപ്പിച്ചതാണ്. മതിയടാ, നീ ഇന്ന് ഒരുപാട് ഞങ്ങളായിട്ട് പേടിപ്പിച്ചതാ. ഇനി ഞാൻ പേടിപ്പിക്കാൻ നിന്നെ സംശയമുണ്ടോ?